നമസ്കാരം. മലബാറിലെ ഈഴവന്മാരെ നിങ്ങൾ നോക്ക്, തെക്കുള്ള ഈഴവന്മാരെ നിങ്ങൾ നോക്ക്. തെക്കിലെ ഈഴവന്മാർ CPM-ന്റെ കയ്യിലല്ല, അവർക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. അവിടുത്തെ ഈഴവന്മാർക്ക് നട്ടല്ലു നിവർത്തി ജീവിക്കുന്നവരാണ്. വടകര താലൂക്കിൽ, കണ്ണൂരിൽ ഈ മലബാറിലെ ഈഴവന്മാർ CPM-ന്റെ ചാവേറുകളാണ്, തല്ലുതൊഴിലാളികളാണ്. ആളെ കൊല്ലാൻ നടക്കുന്ന ഒരു കൂട്ടം ആളുകളെ സൃഷ്ടിക്കാൻ വേണ്ടി ഇവരെ ഉപയോഗിക്കുകയാണ്. പറഞ്ഞത് KM ഷാജിയാണ്, മുസ്ലിം ലീഗിൻ്റെ നേതാവാണ്. മുൻപ് പലപ്പോഴും അദ്ദേഹം പല വിവാദ പ്രസ്താവനകളും പ്രസംഗങ്ങളും ഒക്കെ നടത്തിയിട്ടുണ്ട്. എങ്കിലും അയാൾ പറയുന്നതിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ, കാര്യമുണ്ടെങ്കിൽ അത് അംഗീകരിക്കുക തന്നെ വേണം. യഥാർത്ഥത്തിൽ നമ്മുടെ ഇവിടുത്തെ മാപ്രകൾ ഒഴിവാക്കി വിട്ട ഒരു പ്രസംഗമാണിത്. കാരണം ഇത് കൂടുതൽ ആളുകളിലേക്ക് എത്തിയാൽ, ചർച്ച ചെയ്താൽ അതിൻ്റെ നേട്ടം കിട്ടുക ഒരുപക്ഷെ BJPക്കായിരിക്കും. അതുകൊണ്ടാണ് വളരെ വിവാദമായിട്ടുള്ള ചില പരാമർശങ്ങൾ അയാൾ നടത്തിയിട്ടും ഇവിടുത്തെ മാപ്രകൾ അത് ചർച്ച ചെയ്യാതെ പോയത്. ഇനി KM ഷാജി എന്ന് പറഞ്ഞ ഇയാൾ പറഞ്ഞ ഈ ഈഴവ പരാമർശം എന്തെങ്കിലും സത്യമുണ്ടോ എന്ന് നോക്കാം. തീർച്ചയായിട്ടും സത്യമുണ്ട്, സത്യമേ ഉള്ളൂ. തെക്കിലുള്ള, അതായത് തെക്ക് വശത്തുള്ള, ഉദാഹരണത്തിന് ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം ഭാഗങ്ങളിലൊക്കെയുള്ള ഈഴവർക്ക് നട്ടലുണ്ടെന്നും അവർക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ ഉണ്ടെന്നും, എന്നാൽ വടക്കോട്ടുള്ള ഈഴവ തീയ വിഭാഗക്കാർ അതല്ല എന്നും CPM-ന് വേണ്ടി തല്ലു തൊഴിലാളികൾ അഥവാ ചാവേറുകളായിട്ട് നടക്കുന്നു, തല്ലാനും കൊല്ലാനും മാത്രമായിട്ട് നടക്കുന്നു, അവർക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാക്കണമെന്നോ മറ്റ് വ്യവസായങ്ങളൊക്കെ ചെയ്യണമെന്നോ താല്പര്യമില്ലാത്ത, നട്ടലില്ലാത്തവരാണ് എന്നാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. മറ്റു ചില കാര്യങ്ങൾക്ക് അവർക്ക് നട്ടലുണ്ട്. ഈ പണ്ട് തൊട്ടേ ഈ ചാവാനും കൊല്ലാനും നടക്കുന്ന ഒരു കൂട്ടരാണ് എന്നൊരു ആരോപണമുണ്ടല്ലോ. അത് അക്ഷരാർത്ഥത്തിൽ ശരിയാവുന്നത് വടക്കോട്ടുള്ള ഈ ഈഴവ തീയ വിഭാഗങ്ങളിലാണ്. അതാണ് ഇവിടെ KM ഷാജി പറഞ്ഞു വെച്ചത്. ശരിയാണ്, CPM എന്ന പാർട്ടി നിലനിൽക്കുന്നത് തന്നെ ഈ വിഭാഗമുള്ളത് കൊണ്ടാണ്. ഇവിടെയാണ് KM ഷാജി പറഞ്ഞതിൻ്റെ ഈ തെക്കും വടക്കും വ്യത്യാസം ഒന്ന് വിശകലനം ചെയ്യേണ്ടത്. നോക്കൂ, തെക്ക് വശത്തുള്ള ഈഴവർ എന്ന് പറയുന്ന പ്രബല വിഭാഗം ഇപ്പോൾ CPM-ൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ നേട്ടം കൊയ്യുന്നത് BJP-യാണ്. ആലപ്പുഴയും കൊല്ലവും ആറ്റിങ്ങലൊക്കെ നോക്കിയാൽ, വോട്ട് ശതമാനം നോക്കിയാൽ നമുക്കത് വ്യക്തമായും മനസ്സിലാവുന്നതാണ്. ഇവിടെ ഉള്ളവർ CPM-ന് വേണ്ടി തല്ലാനോ കൊല്ലാനോ നടക്കുന്ന ചാവേറുകളല്ല എന്നും കാണാം. വർഷങ്ങൾക്ക് മുമ്പ്, ഏതാണ്ട് 1.5 പതിറ്റാണ്ടിന് മുമ്പ് കണ്ണൂരിൽ വെച്ച്, കണ്ണൂരിൽ അധികം SNDP-യുടെ ശാഖകളൊന്നുമില്ലായിരുന്നു. പക്ഷേ അക്കാലങ്ങളിൽ SNDP-യുടെ ശാഖകളൊക്കെ ഇങ്ങനെ ഉദ്ഘാടനം ചെയ്യുന്ന ഒരു സമയമൊക്കെ ഉണ്ടായിരുന്നു. വെള്ളാപ്പള്ളി നടേശൻ, അന്ന് വെള്ളാപ്പള്ളി നടേശൻ കണ്ണൂരിൽ വെച്ചൊരു പ്രസ്താവന, ഒരു പ്രസംഗം നടത്തിയിരുന്നു. അതായത് അവിടെ കണ്ണൂർ ഈ രാഷ്ട്രീയ കൊലപാതകങ്ങൾക്ക് വളരെ പേരുദോഷം കേട്ട ഒരു ജില്ലയാണല്ലോ. അപ്പോൾ അവിടെ കോൺഗ്രസിന് വേണ്ടിയാണെങ്കിലും ശരി, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടിയാണെങ്കിലും ശരി, BJPക്ക് വേണ്ടിയാണെങ്കിലും ശരി, കൊല്ലാനും കൊല്ലപ്പെടാനും നടക്കുന്നത് ഒരു പ്രത്യേക കൂട്ടരാണ്, അല്ലെങ്കിൽ അത് ഈഴവ വിഭാഗമാണ്, തീയ വിഭാഗമാണ് എന്ന് പച്ചയ്ക്ക് തന്നെ അന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അതുവരെ അതിനെപ്പറ്റി ആരും ഒന്ന് ചിന്തിക്കുകയോ ഒന്ന് ചർച്ച ചെയ്യാൻ പോലുമോ തയ്യാറായിരുന്നില്ല. പക്ഷേ അദ്ദേഹം അത് പരസ്യമായിട്ട് തുറന്ന് പറഞ്ഞതിന് ശേഷമാണ് ശരിക്കും ആ വിഭാഗം ചിന്തിച്ചു തുടങ്ങിയത്. ശരിയാണ്, കോൺഗ്രസിന് വേണ്ടി തല്ലാൻ പോകുന്നതും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി തല്ലാൻ പോകുന്നതും BJPക്ക് വേണ്ടി തല്ലാൻ പോകുന്നതും ഒരു കൂട്ടരാണ് എന്ന സത്യം അവർ മനസ്സിലാക്കി. അതിനുശേഷം കുറേ കാലമായിട്ട് നമുക്കറിയാം, അവിടെ ഈ പറയുന്ന പോലെ നേരത്തെ ഉണ്ടായിരുന്ന പോലുള്ള രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ എണ്ണം തുലോം കുറച്ചു. അത് അദ്ദേഹത്തിൻ്റെ ഈ പരാമർശം കൊണ്ട് മാത്രമല്ല, തത്വത്തിൽ എല്ലാ പാർട്ടികളും കൊണ്ട് കൂടിയെടുത്ത ഒരു തീരുമാനമായിരിക്കാം. പക്ഷേ അദ്ദേഹം അന്നത് ഒരു സത്യം പച്ചയ്ക്ക് വിളിച്ചു പറഞ്ഞു. ഏതാണ്ട് സമാനമായിട്ടുള്ള ഒരു കാര്യമാണ് KM ഷാജി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. തെക്കുള്ള ഈഴവർ നട്ടലുള്ളവരാണ്, അവർക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്, അവർക്ക് അവരുടെ കാര്യം നോക്കി പോകാൻ അറിയാം, ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അടിമയല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചിരിക്കുന്നത്. എന്നാൽ വടക്കോട്ടുള്ള ഈഴവ തീയ വിഭാഗം ഈ ഒരു പാർട്ടിയുടെ അടിമകളായിട്ട്, ഈ തല്ലു തൊഴിലാളികളായിട്ട്, ചാവേറുകളായിട്ട് തല്ലാനും കൊല്ലാനും നടക്കുന്ന കൂട്ടർ മാത്രമാണ്. അവർക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വേണമെന്നോ മറ്റ് കാര്യങ്ങൾ, മറ്റ് വ്യവസായങ്ങൾ വേണമെന്നോ ആഗ്രഹമില്ല. അതൊക്കെ കൊണ്ടാണ് മലപ്പുറത്ത് കേവലം ഒരേ ഒരു SNDP-യുടെ സ്ഥാപനമേ ഉള്ളൂ. അത് അവരുടെ കുഴപ്പമാണ്, അല്ലാതെ ലീഗിൻ്റെ കുഴപ്പമല്ല എന്നൊക്കെ പറഞ്ഞ് വെക്കാനാണ് KM ഷാജി അവിടെ ശ്രദ്ധിച്ചത് എന്നുകൂടി ഓർക്കണം. എന്തായാലും ശരിക്കും കേരളത്തിലെ മാപ്രകൾ ചർച്ച ചെയ്യേണ്ട, വിശകലനം നടത്തേണ്ട, ദിവസങ്ങളോളം അവർ അന്തിച്ചർച്ച വെക്കേണ്ട ഒരു വിഷയം തന്നെയായിരുന്നു ഇത്. പക്ഷേ ചെയ്തില്ല. എന്തുകൊണ്ട്? നേട്ടം ഒരുപക്ഷെ BJPക്ക് കിട്ടും, അതുകൊണ്ട് മാത്രം.